നടൻ ഇന്നസെന്റിന് ക്യാൻസർ ബാധിച്ചപ്പോൾ നാട്ടിൽ പരന്ന കഥകൾക്ക് ഒരു കണക്കുമില്ല. എന്നാൽ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അദ്ദേഹം തുടർന്നുള്ള ജീവിതത്തിലൂടെ കാട്ടിത്തന്നു. ഇനി ഇന്നസെന്റിന്റെ ഉപദേശ പ്രഭാഷണമാണ്. ആദ്യം ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ നേരിട്ടതെങ്ങനെ. അങ്ങനെ മാറി എന്ന് പറയുന്ന ബോൺമാരോ എല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും എൻ്റെ മകൻ്റെ ഭാര്യയും കുട്ടികളും കൂടി ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുമ്പോൾ സിനിമയിൽ പോലും കാണാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത കഥയാണ്. അങ്കമാലിയിൽ വെച്ച് എനിക്ക് ലേക്ക് ഷോറിൽ നിന്നും ഒരു ഫോൺ വന്നു. ഞാൻ ചോദിച്ചു, എന്താ? ഞാനാ. ആ കാര്യം ഇന്നസെൻ്റെ ആലീസിനും ക്യാൻസറാണ്. അപ്പം ഞാനൊന്ന് ഞെട്ടി. കാരണം അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം മുഴുവനും എവിടെയോ ഒന്ന് ചോർന്ന പോലെ തോന്നി. എന്തായാലും അവർക്ക് തുടക്കമായിരുന്നു. അപ്പോൾ ആ തുടക്കം കാരണം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. എന്തുകൊണ്ട് അവരൊരു ടെസ്റ്റ് നടത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് വെറുതെ അവരുടെ അടുക്ക പറഞ്ഞു, നിങ്ങളൊരു ടെസ്റ്റ് നടത്തുക. അപ്പോൾ നടത്തി. അപ്പം ഞാൻ ഈ തുടക്കം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഞാനിപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ, തുടക്കം നമ്മൾ കണ്ടുപിടിച്ചാൽ ഒരുവിധം അസുഖമൊക്കെ മാറും. ഇത്തരം അസുഖങ്ങൾ വന്നാൽ ദൈവത്തിന്റെ പേരിലും നടക്കും വമ്പൻ തട്ടിപ്പ്. സരിതമാരുടെ ചെറുപതിപ്പുകൾ അവിടെയും കറങ്ങി നടപ്പുണ്ടത്രേ. അതൊന്നും പക്ഷേ ഇന്നസെന്റിന്റെ അടുത്ത് നടന്നില്ല. ദൈവമൊന്നുമല്ല, ധൈര്യവും ആത്മവിശ്വാസവുമാണ് പ്രധാന മരുന്ന്. കുറേയൊക്കെ ധൈര്യമാണ്. പിന്നെ ഈ അസുഖം വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ പള്ളിയിൽ നേർച്ചയിടുക, ഇവിടെ പോയി ധ്യാനം കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു മലയുടെ മുകളിൽ ഒരു മഹർഷിയുണ്ട്, അയാളൊരു മരുന്ന് തരിക, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും. അതിനൊക്കെ പോകുന്നുണ്ട്. ആൾക്കാർ ചാവുന്നുണ്ട്. പറഞ്ഞാലും എൻ്റെ അടുക്ക് വന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പലരും വന്ന് എൻ്റെ അടുക്ക്. ഇന്നാളെ ഞാൻ പറഞ്ഞു വന്നില്ല, ഒരു ഭാര്യയും ഭർത്താവും ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഓടി വന്നു എൻ്റെ വീട്ടിൽ. കാറിൽ വന്ന് ഇറങ്ങി, ഫോറിൻ കാറാണ്. വന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ ഒരു 2 മിനിറ്റ് സംസാരിക്കണം. എനിക്കാണെങ്കിൽ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് സംസാരിച്ചോളൂ. അപ്പം അയാൾ പറഞ്ഞു, ഞാൻ ഗുജറാത്തിലായിരുന്നു, പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എന്താ പ്രശ്നം? അല്ല, അവിടെ ഞാൻ മതം വളർത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല അടി കൊള്ളാൻ പോയി. ഇത്രേ ഒരാവശ്യമില്ല. മലയാളിയാണ്. തിരിച്ചയാൾ എൻ്റെ അടുക്ക് ഞാൻ ചോദിച്ചാൽ എന്താണ് വന്ന് വേറെ ഒന്നല്ല, കഴിഞ്ഞ ഒരു 5 ദിവസം മുമ്പ് യേശു ക്രിസ്തു ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാനൊന്ന് ഞെട്ടി. കാരണം ഞാനും അദ്ദേഹമായിട്ടും സ്വല്പം ബന്ധമുള്ള ആളാണ്. നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇരിഞ്ഞാലക്കുടയിൽ ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരാൾ രോഗമായിട്ട് കിടക്കുന്നത്, അയാൾ തൊട്ട് സുഖപ്പെടുത്തണം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞാൻ എത്ര മണിക്കാണ് വന്നത്? രാത്രി 9:30 വന്നു. എന്നിട്ട് എത്ര മണിക്ക് പോയി? 10:30. അങ്ങനെ വരാൻ വഴിയില്ല. അതെന്താ കാരണം? എൻ്റെ വീട്ടിൽ 8:30 വന്നിട്ട് 11 മണിക്കാണ് എന്നിട്ട് എൻ്റെ വിളിക്ക് എങ്ങനെയാണ് വരിക? ഉടനെ അയാളുടെ കയ്യിൽ ബാഗിലുണ്ടായിരുന്ന ചില പടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാഗിലേക്ക് തിരിച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കുക. എന്താ കാരണം എന്നറിയോ? വലിയ പ്രാന്തമുള്ളതെന്ന് കേട്ടാ ഇനി ഇവിടെ നിന്നാ ഇവൻ നമ്മളെ തട്ടിക്കളയോന്നുള്ളത് എനിക്ക് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. ഒരാൾ വന്ന് പറഞ്ഞു, ഒരു പള്ളിയിലച്ഛൻ, എൻ്റെ ഇന്നസെന്റ് ഒരു പള്ളിയിലച്ഛൻ, ഒരു സിനിമയിലുള്ള ആളാ, ഇങ്ങനെ വന്ന് എന്നെ തൊട്ടു. നമുക്ക് ഒരു ഷോക്കാണ് ഉണ്ടായത്. ഒരു ഷോക്ക്, കരണ്ട് പിടിക്കുക. അങ്ങനെയാണ് അത്. അദ്ദേഹത്തിന് മാത്രമുള്ള സിദ്ധിയാണ്. ഇത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി താൻ ആരോട് ഇത് പറയും? അതെന്താ കാരണം? നമ്മുടെ എവിടെയാണെങ്കിൽ കരണ്ടിന് ഭയങ്കര ക്ഷാമ. അവർ ചിലപ്പോൾ ഈ അച്ഛനെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ട്രാൻസ്ഫോർമർ മാറ്റി അവിടെ കുഴിച്ചിട്ടിട്ട് പ്ലഗ് വെച്ച് നമ്മൾ കൊടുക്കും കരണ്ട്, പിന്നെ തമിഴ്നാടിനും കൊടുക്കും, കർണാടകത്തിനും കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഈ അസുഖം വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഞാനതൊക്കെ ഒരു നേരം പോക്ക് പോലെ അതങ്ങനെ എടുത്തു. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ എടുക്കാൻ സാധിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് അത്ര എൻ്റെ പോലെ എടുക്കാൻ സാധിച്ചില്ല. അപ്പം മരുന്ന് വേണം എന്നുള്ളത് ഉറപ്പാണ്. മരുന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്നത്, ക്യാൻസർ വന്നാൽ അയാൾ ആ വീടിൻ്റെ അകത്തേക്ക് വലിയും. അതിനുശേഷം ശോഷിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ അയാൾ മരിക്കും. ആ കാലഘട്ടം കഴിഞ്ഞു. പ്രിയദർശന്റെ ചിത്രത്തിലൂടെ ഇന്നസെന്റ് അത്ഭുതകരമായി സിനിമയിലേക്കും തിരിച്ചുവരവ് നടത്തുകയാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആർക്കും ഏതു കുഴിയിൽ നിന്നും പിടിച്ചു കയറാം എന്നാണ് ഇന്നസെന്റ് പഠിപ്പിക്കുന്നത്. ദുരന്തമുണ്ടായാൽ ഉടനെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്നവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തിന്റെ മരുന്ന് അദ്ദേഹം വിളമ്പുന്നു. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ സമാപിക്കുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.